ക്യാമറ മൊത്തം പൊടി പിടിച്ചിരിക്കും. എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ നല്ലൊരു ട്രിപ്പിനാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വന്നേക്കുന്നത് പറഞ്ഞാൽ നനായ്മൂലാണ് നമ്മൾ ആദ്യം വന്നത്. അപ്പോൾ വാൻകൂവർ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പ്. അപ്പോൾ ആദ്യമേ നനായ്മയിൽ പോയി. നനായ്മയിൽ പോയിട്ട് ഞങ്ങളൊരു വെയിൽ വാച്ചിങ് നടത്താമെന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത്. പക്ഷേ അപ്പോൾ അവിടെ നനായ്മയിൽ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് കാശാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു. അങ്ങനെ വിക്ടോറിയയിലേക്ക് വന്നു. അപ്പോൾ വിക്ടോറിയയിലാകുമ്പം അതിൻ്റെ ഏകദേശം ഒരു $300 നമുക്ക് കുറവാണ്. വിക്ടോറിയയിൽ വന്ന് നമ്മളിപ്പം വന്നേക്കുന്നത്, ഞാനിപ്പോൾ അവിടെ ചിലപ്പം ഇതിൻ്റെ പേര് പറയാം, ഞാൻ നോക്കിയില്ല. ഇവിടെ നമ്മൾ പാർക്കിങ്ങിലാണ്. പാർക്കിംഗ് സ്പോട്ടിൽ നിന്ന് മുകളിലോട്ട് കയറി പോകണം ആ സ്ഥലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേര് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ലോക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് തന്നേക്കുന്ന ടൈം എന്ന് പറയുന്നത് 2 മണി തൊട്ടാണ് നമുക്ക് വെയിൽ വാച്ചിങ്ങിനുള്ള ടൈം തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് മട്ടക്കൂടി കയറി പോയി നോക്കാം. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പറഞ്ഞാൽ സ്പ്രിംഗ് ടൈഡ് എന്ന് പറഞ്ഞ ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും 5 പേർ കൂടെ ഇതായേക്കുന്നതെന്ന് പറഞ്ഞാൽ 400 സംതിങ് ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് 5 പേർ കൂടെ ഇതായത് ചാർജായിരുന്നു. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറാണ് ഇവിടെ നമുക്ക് ഇതായി. ജോഷൻ എത്രയായി നമുക്ക് ടോട്ടൽ? നമുക്ക് 5 പേർ കൂടെ അയക്കുന്നതെന്ന് പറഞ്ഞാൽ $472 ആയിട്ടുള്ളൂ. പക്ഷേ നനായ്മോയി ചോദിച്ചോണ്ടേ അത് ഏകദേശം ഒരു 865 സംതിങ് എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നനായ്മോ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് വിക്ടോറിയയിലേക്ക്. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ഡ്രൈവുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലോങ് ജേർണി ആയിട്ട് ഒരു ലോങ് ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. 3 സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നനായ്മോ, ടൊഫീനോ, പിന്നെ വേറെ 2 സ്ഥലങ്ങൾ. അപ്പം എല്ലാം ലോങ് ഡ്രൈവ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും 3 ദിവസമായിട്ട് വീഡിയോ ഇടാം. വെയിൽ വാച്ചിങ്ങിന് പോവുകയാണ്. കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്ന വെയിൽസ്. ബട്ട് ദെൻ ലൈക്ക് ഇതിനെയാണ് എനിക്ക് കാണേണ്ടത്. പക്ഷേ ഇവിടെ പിക്ചേഴ്സ് എല്ലാം കണ്ടിട്ട് ഈ സാധനത്തിനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. ദാറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ഇതിന്റെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചാടും. നമ്മുടെ ബോട്ടിന്റെ അടിയിലൊക്കെ ഇതെല്ലാം വന്ന് ഫ്ലാപ്പൊക്കെ ചെയ്യും. ശരിക്കും നമുക്ക് ഇതായിരിക്കും കാണാൻ പറ്റുക. ഇതില്ലേ ഇത് കില്ലർ വെയിൽ. ഇത് ഓർക്ക കില്ലർ വെയിൽ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ 2 മണിക്കാണ് നമ്മുടെ ബോട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വരും. ഇന്നാണെങ്കിൽ ഇച്ചിരി ക്ലൗഡി ഉള്ളൊരു സമയം കൂടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത്ര വെയിലും ഇല്ല, മഴയില്ല. പക്ഷേ മഴ ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്നാലും അറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പം വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടില്ലെങ്കിൽ അവർ നെക്സ്റ്റ് ഡേ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ടുപോകും. ഒരു തവണയും കൂടെ കൊണ്ടുപോകും. പിന്നെ അതിൽ കൂടുതൽ അവർക്ക് ഗ്യാരണ്ടി ഒന്നും പറയാനൊക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതൊരു വലിയ കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
ജോഷിനും നിങ്ങൾ അല്ലേ ആദ്യമായിട്ടല്ലേ ബോട്ടിൽ കയറുന്നത്? ഇവരെല്ലാവരും ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്, ഇങ്ങനൊരു വലിയൊരു ബോട്ടിൽ കയറുന്നത്. അപ്പം ബേബു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പിടിച്ചൂറിയാണ്. ബേബുവൊക്കെ ഇന്ന് കരഞ്ഞ് നിലവിളിക്കുമായിരിക്കും. പക്ഷേ ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പം കാണത്തില്ല. പിന്നെ നാട്ടിലൊക്കെ ബോട്ടിൽ കയറത്തില്ല. നീ പറഞ്ഞ ബോട്ടല്ലായിരുന്നു കേട്ടോ, നീ പറഞ്ഞ ബോട്ടല്ലേ, ഇതാണ് ബോട്ട്. ഇതല്ലേ നീ പറഞ്ഞൊന്നുമല്ലോ, നീ പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുക. ഇത് പറഞ്ഞ സ്പ്രിംഗ് ടൈഡ്. നമുക്ക് ഇതിനകത്തായിരുന്നു പോകേണ്ടത് ആക്ച്വലി. ഇച്ചിരി വെള്ളമൊക്കെ തെറിച്ചൊക്കെ പോകുന്നു. ഇതിങ്ങനെ ഇത് ഭയങ്കര രാസമായിട്ടാണ്. Welcome aboard. Feel free to start boarding. Just be careful on your step across. You can make your way up forward. For those of you that don't mind a little bit of wind, waves. You can go down either side of the vessel. There's probably room for a dozen of you. കണക്ക് ബോഡി നല്ലതുപോലെ. That's okay. That's very easy. And if you're comfortable with going up the ladder or down the ladder, as that is the only access and egress up to the bridge, there's room for 10 or 12 of you up on the bridge with myself and Captain Eves today. Look forward to getting out on the water. And we'll just make sure everybody goes across on the walkway here. We need to make sure our worked out and that our numbers work out. ഫ്രണ്ട് സ്ഥലമില്ല. Aware that well, this is a 3.5 hour tour. ഇവിടെ സ്ഥലമില്ല. Should we make a direction choice based on what the animals do and we need to go a little bit further, sometimes we get courageous and go a little further. So should you be tapped for time, have a dinner reservation, plane, train, automobile to catch, you should let one of our crew members know prior to departure so that we can plan accordingly. As we're going and making ourselves comfortable on the vessel, note that whatever seat you pick, you'll be able to change. It's not something you have for the whole trip. And we're going to start our search. I'll pass everything over to Caitlin, and I'm going to go on board so that I can start communicating with the other captains to see which direction is going to give us the best chance to have success there. മമ്മി ഫ്രണ്ടിൽ പോയി. Folks, if I can excuse myself through here, please. Thank you. If you don't mind, I can... ഇവിടെ ഇരിക്കുവാണോ? നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ? അവിടെ ഫ്രണ്ടിൽ പോയപ്പോൾ അവിടെ സ്ഥലമില്ല, ആൾക്കാർ കയറി പിടിച്ചു പോയി. ഞങ്ങൾ ബോട്ട് കയറാൻ വന്നത്തേക്ക് വേറെ 2 മലയാളി ഫാമിലികളും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഒന്ന് നിതിൻ, സറീന്നാണ്, പിന്നെ ഇത് പ്രതീഷ് എഡ്മണ്ടൻ. അവർ എഡ്മണ്ടനിൽ നിന്ന് സറി കാണാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ 2 ഫാമിലിയെ കൂടെ നമുക്ക് കിട്ടി. ഇപ്പോൾ മൊത്തം മലയാളികളുടെ ഒരു കൂട്ടമായി. അതുകൊണ്ട് എന്ത് വെച്ചിട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് ശരി, പക്ഷെ നമുക്ക് കുഴപ്പമില്ലല്ലോ. To go over some safety procedures. You should know that Marauder 4 has never had an emergency, but in the unlikely event of one, we should know what to do. So, in the event of an emergency, you will know we are having an emergency by a loud alarm sounding. When you hear this alarm, we ask that you calmly make your way back to the back deck where you boarded the boat, or you may be greeted by friendly crew members handing you fancy-looking life jackets that look like this. There's no trick to putting on these life jackets. There's no front or back. There is, however, a top and a bottom. So the top is the wide part and the bottom is the narrow part. There's a couple things that you have to do before you can put this life jacket over your head and around your neck. So the first one being is you have to undo all the straps. So there's 2 long ones at the bottom and 2 shorter ones in the middle. Usually those are raveled around the life jacket, so make sure they're undone before you put this over your head. Then you must remove anything from your head, face, or neck. So that's any hats, sunglasses, lights, cameras around your neck. Make sure you put those on the ground before you put this life jacket on. Once you've done all that, you can put this over your head so it's sitting around your neck. You're going to take the 2 long straps.
അപ്പോൾ ഭയങ്കര ഫാസ്റ്റിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇനി ഒരു 1/4 മണിക്കൂർ ഇതുപോലെ ഫാസ്റ്റ് പോയിട്ട് പിന്നെ സ്ലോ ആക്കുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ശരിക്കും ഉൾക്കടലിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും ദൂരമായി നമ്മൾ കരയിൽ നിന്ന്, അങ്ങ് ദൂരെയാണ് കര, ഒത്തിരി ദൂരെയായി നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ബോട്ട് സ്ലോ ചെയ്തിരിക്കുകയാണ്. അവർ പറയുന്നത് ഭയങ്കര ഫോഗ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു വെസൽ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവർക്ക് GPS കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്തായാലും ആ വെസൽ പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ട് സെർച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഹോപ്പ് വളരെ കുറവാണ്, ഭയങ്കര ഫോഗാണ്. അപ്പം എങ്ങനെയായിരിക്കും എന്നറിയില്ല, നോക്കാം. എന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം. ഇതാണ് ക്യാപ്റ്റൻ്റെ മുറി. ഇതാണ് അവരുടെ GPS കാണാമെന്നൊക്കെ പറഞ്ഞത്, ബസ്സിൽ പോകുന്ന കാര്യങ്ങൾ. There's a whale around, but you can't see it at the moment. No, like on the radar? So no, whales don't show up on the radar because they're below the water. What a radar picks up is things above the or on the water. Oh. What I'm watching for is to make sure, because we had a boat just pass us, that they went by because they were coming by at high speed. And so now what we've got a formation formed with a couple of other boats. And I'm watching where they're going and where I'm going. Try and see if we can pick them up, because in the fog sometimes you can. Thank you. And if we are around whales, this is our depth sounder. We turn it off. Oh, okay. Because the killer whales, for instance, are echolocators, and it would confuse them and interfere with their feeding. Oh, okay. So it would be something that we just would not do. ഈ കാണുന്നതാണ് കാലിഫോർണിയൻ സീ ലയൺസ്. 2 ടൈപ്പ് ഉണ്ട്, സ്റ്റെല്ലർ സീ ലയൺസും ഉണ്ട്, കാലിഫോർണിയൻ സീ ലയൺസും ഉണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര സൈസാണ്. നമ്മൾ കണ്ട ആദ്യം നമുക്ക് കാണുന്ന കരടി പോലെ ഇരിക്കുന്നുണ്ടോ, മുട്ടം സൈസാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഇതാണ്, ഭീമാകാരമായ ലുക്കാണ് അതിന്. നമുക്ക് ഇത്രയും ദൂരെ നിന്ന് കണ്ടിട്ട് പോലും ഭയങ്കര സൈസാണ്, അടിപൊളി. ഇതിനെയൊന്നും കാണണമെങ്കിൽ നമുക്ക് നോർമലി കാണത്തില്ല. ഓ, ഇതാണ് സ്റ്റെല്ലർ സീ ലയൺസ്. അപ്പോൾ ഇത് ഗ്രിസ്ലി ബേഴ്സ് ഓൺ ദ സീ എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര സൈസാണ് കേട്ടോ, ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അയ്യോ, ഇത് നമുക്ക് കേട്ടോ എല്ലാം കൂടെ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. സംടൈംസ് ചിലപ്പോൾ ഇതൊക്കെ ഇത് നീന്തി വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം കരയിൽ തന്നെ ഇരിക്കുകയാണ്. പിടിച്ചു ഇത് പിടിച്ചു ഞാൻ എടുക്കട്ടെ. Look, one of them is having. പിടി. And then we'll be seeing it hopefully come back up to the surface. What What you're looking for when it comes up to the surface with humpback whales, it's easy to spot that spout, so that exhale. Look out for that. There also you will see the shiny black back of the humpback. So we'll be waiting here for a few moments. Once again, I'm up at the front. Whales. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പം എപ്പോൾ വേണമെങ്കിലും വെയിൽസിനെ കാണാം എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കാണാൻ ഒരു 5 മിനിറ്റ് നമ്മളിവിടെ തന്നെ സ്റ്റേ ചെയ്യും. നമുക്ക് നോക്കാം. So you can see behind us is Race Rock. That's just where we came from. You can see how much further we can see now that we got clear of that fog bank and moved on. So that makes it really nice and much easier for us to spot the whales. So we were able to spot this one by sighting the glow. എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള
much longer. So the maximum time of humpback would hold its breath for will be 45 minutes. So if it wanted to stay down there, it could. We'll probably be a little luckier than that and see it come up again in a couple minutes. ഇവർ പറയുന്ന ഒരു വെയിലിന് ശ്വാസം പിടിച്ച് വെള്ളത്തിനകത്ത് നിൽക്കാൻ പറ്റുന്നത് 5 to 7 മിനിറ്റ്സ് ആണ്. അപ്പം അതിനുള്ളിൽ അത് പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. Humpbacks is a lot more like whale hide and go seek. So they're hiding right now. They'll pop up again. It could be anywhere. So you can't predict where it's going to come back up again. It's just only one. Just one that we've seen, yeah. ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിലുള്ളത് ഒറ്റ ഒരെണ്ണമേ ഉള്ളെന്നാണ് പറയുന്നത്. ഓർമ്മ എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും പോകാം. Yeah, great question. So most of the time humpback whales are solitary. They're by themselves. However, if there's a really good area for feeding or when they go to their breeding grounds, they gather in larger groups. But they don't maintain a single pod like some of the other whales do. They often travel by themselves. So we have to say, we have rules we have to say is that we mount a position from right. However, sometimes they do pop up right beside, so they can approach us with a question, and then they come very close. It happens sometimes, but so here in BC, this is their feeding ground. Most of the humpback whale population here is coming from either Hawaii or Mexico. So they go down south to breed and have their babies in those warmer waters. Then they travel thousands of kilometers to come back up to BC or even farther up north to Alaska. And they're here to feed. So that's what this whale is doing right now at depth. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹവായിലോ അല്ലെങ്കിൽ മെക്സിക്കോ നമ്മൾ ഈ ചൂടുള്ള വെള്ളത്തിനടുത്തിട്ടൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് 1000 കിലോമീറ്റേഴ്സ് യാത്ര ചെയ്ത് ബി സിയിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അലാസ്കയിലോ ഒക്കെ പോകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർ ഫീഡ് ചെയ്യുകയാണ് ഇവിടെ. അതാണിപ്പോൾ ഇവിടുത്തെ ഈ വെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്നത്. Oh yeah. Over there. Alright, that whale has come up below and you're looking off the right hand side. Right side. നമ്മൾ ചെറുതായിട്ട് പാലനൊക്കെ കണ്ടു. നമ്മളതിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ യാ യാ കണ്ടോ, അത് ശ്വാസം എടുക്കുന്നതുകൊണ്ട് പോകണം. അപ്പം അതിനെ ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു പോകുന്നു നടക്കുന്നു. എങ്ങോട്ട് പോയത്?
കാണുന്നില്ലല്ലോ. ഈ ഒരു പാർട്ട് മാത്രം കണ്ടോ, വെള്ളം ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നു. ആ ഒരു ഒരു പാർട്ട് മാത്രം. അതെന്താണെന്നറിയത്തില്ല. ഞാൻ വെച്ചാൽ അത് അതിൻ്റെ പുറമായിരിക്കുന്നേ. ചേട്ടാ പോയോ? ചേട്ടാ ഒന്നുകൂടെ വിളി. ബ്രോ നല്ല രക്ഷയുണ്ടോ? വല്ല രക്ഷയുണ്ടോ? അത് മറ്റേ സാധനമാണ്, സീലാൻഡ്. അവിടെ അവിടുത്തെ ഇതിന്റെ സൗണ്ട്. നമ്മുടെ മറ്റേ ആ സീലാൻഡിന്റെ സൗണ്ട് അവിടുന്ന് നമുക്ക് ഇവിടെ വരെ കേൾക്കാം. പക്ഷെ എൻ്റെ അമ്മേ, വിസ്പറായിട്ട് പോലും അല്ല. ചേട്ടാ എങ്ങോട്ട് പോയി? It's not coming. You're taking the mobile. അത് ലാസ്റ്റ് ആയിരുന്നു തോന്നുന്നു ആ ചാട്ടം. ആ വാലുവൊക്കെ മുമ്പ് വാലുവൊക്കെ കഴിഞ്ഞാൽ വന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 2-3 തവണ അവർ നിർത്തി കാണിച്ചു തന്നു വെയിലിനെ.
പക്ഷെ ഫുള്ളായിട്ടൊന്നും കാണാനൊക്കത്തില്ല. നമുക്ക് ആ ടെയിൽ ഇങ്ങനെ പോകുന്നത് മാത്രമേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. പക്ഷെ എന്തായാലും കൊള്ളാം, സംഭവം കൊള്ളാം. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ കരയിലേക്ക് പോവാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം വെയിൽ വാച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ വേറെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് പോയത്. പക്ഷേ അവർ നമ്മൾ അത്ര അടുത്തോട്ട് കൊണ്ടുപോയില്ല വെയിൽസിൻ്റെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാശൊക്കെ മുടക്കി പോകുമ്പോൾ ആ വെയിൽസിൻ്റെ വാല് മാത്രം ഇനി എല്ലാവരും ഇങ്ങനെയാണോ കാണുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എന്തോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എങ്കിൽ പോലും കൊള്ളായിരുന്നു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടും ആ ബോട്ടിലുള്ള യാത്ര ഭയങ്കര സ്പീഡിലാണ് ബോട്ട് പോകുന്നതും. പിന്നെ ആ സീ ലയൺ, ആ സ്റ്റെല്ലർ സീ ലയണിനെ കണ്ടത് അപാര ഒരു കാഴ്ചയായിപ്പോൾ. കാരണം സീ ലയണിനൊക്കെ ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു കരടിയേക്കാളും വലിയ വലിപ്പമാണ് സ്റ്റെല്ലറിൻ്റെ ആ ഒരു സീ ലയൺ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. ഇനി നാളെ നമ്മൾ പോകുന്നത് ടൊഫീനോയ്ക്കാണ്. അപ്പം ടൊഫീനോയുടെ വീഡിയോ അടുത്തായിട്ടിടാം. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോകണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പം അവിടെ മലയാളികളെ കണ്ട് അവരോട് സംസാരിച്ചപ്പോഴായിരുന്നു അവർ പറഞ്ഞു അവർക്ക് മിക്കവർക്കും അറിയില്ല BC ഫെറിയുടെ വെക്കേഷൻ എടുത്തേ വരാവൂ. കാരണം അവരങ്ങനെയല്ല വന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുവാണ്. BC ഫെറീസിൻ്റെ വെക്കേഷൻ പാക്കേജ് ഉണ്ട്. അപ്പോൾ അത് വേറെ എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല ഒരു വില കുറച്ചായിരിക്കും നമുക്ക് ഹോട്ടലിൽ റൂമാണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്നത്. ഇപ്പം ഞങ്ങളിപ്പം 5 പേര് വന്നു. 3 നൈറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 3 നൈറ്റ് നമ്മുടെ വണ്ടി ഉൾപ്പെടെ ഫെറി അപ്പ് ആൻഡ് ഡൗൺ. 3 നൈറ്റ് ഇൻ നനായമോ. 2 സ്റ്റാർ ഹോട്ടലാണ്. കാരണം ബാക്കിയെല്ലാം ഇതായിരുന്നു, സോൾഡ് ഔട്ട് ആയിരുന്നു. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ലതാണ്. ഞങ്ങളിതുവരെ പോയിട്ടില്ല, അങ്ങോട്ട് ഞങ്ങൾ പോകുന്നേ ഉള്ളൂ. പിന്നെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ്, 3 ദിവസം ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടെ ഞങ്ങൾക്ക് $730 ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു നല്ല ഡീലാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം ഇപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ Airbnb എടുത്താലും അതിൽ കൂടുതലാവും, അല്ലാതെ പോയാലും അതിൽ കൂടുതലാവും. അപ്പോൾ എന്തായാലും എപ്പോഴാണെങ്കിലും നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് BC ഫെറീസിൻ്റെ വെക്കേഷന് കൊടുക്കണം. എന്താ പറയുക, വാൻകൂവർ ഐലൻഡിലേക്ക് വരികയാണെങ്കിൽ. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ ടൊഫീനോയിൽ പോവാണ്. അപ്പോൾ ടൊഫീനോയുടെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതിനാണ് കാണാം. ഓക്കെ, അപ്പോൾ ബൈ, സീ യു.